ഹായ് എവരി വൺ, ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേരള സർക്കാരിനു കീഴിൽ കുടുംബശ്രീയിൽ ജോലി നേടാൻ അവസരം. കുടുംബശ്രീ ഹരിത കർമ്മസേനയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. കോർഡിനേറ്റർ തസ്തികയിലേക്കാണ് നിയമനം വന്നിട്ടുള്ളത്. 1000-ൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തപാൽ മുഖേന സെപ്റ്റംബർ 12 വരെയാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി. തപാൽ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. അതുപോലെ അപേക്ഷിക്കാനുള്ള മിനിമം യോഗ്യത എന്ന് പറയുന്നത് ഡിഗ്രിയാണ് കേട്ടോ. അതുപോലെ മറ്റ് ഡീറ്റെയിൽസ് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതുപോലെ തന്നെ തസ്തികകളിലേക്ക് വന്നിട്ടുള്ള ഒഴിവെന്ന് പറയുന്നത് 1600 ഒഴിവുകളാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട്. കോർഡിനേറ്റർ അല്ലെങ്കിൽ CDS എന്നിങ്ങനെയുള്ള തസ്തികകളിലേക്കാണ് ഒഴിവുകൾ. പ്രായപരിധി 25 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഹരിത കർമ്മസേന കോർഡിനേറ്റർ ഒഴിവിലേക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ബിരുദാനന്തര ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും 2 വർഷത്തെ ഫീൽഡ് ലെവൽ പ്രവൃത്തി പരിചയവും നിങ്ങൾക്കുണ്ടായിരിക്കണം. 2 വർഷത്തെ എക്സ്പീരിയൻസും കമ്പ്യൂട്ടർ പരിജ്ഞാനവും ബിരുദാനന്തര ബിരുദവും ഉണ്ടായിരിക്കണം. അതുപോലെ CDS എന്ന് പറയുന്ന കോർഡിനേറ്റർ CDS ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബിരുദം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിപ്ലോമ ഉണ്ടായിരിക്കണം. അതുപോലെ കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം. അതുപോലെ ഈ ഒരു CDS ഒഴിവിലേക്ക് സ്ത്രീകൾക്ക് മാത്രമാണ് അപേക്ഷിക്കാനുള്ള ഒഴിവ്. സാലറി വരുന്നത് ഹരിത കർമ്മസേന കോർഡിനേറ്റർ വരുന്നത് 25,000 രൂപയും അതുപോലെ CDS 10,000 രൂപയുമാണ് സാലറി. അപ്പോൾ നിങ്ങൾ ഇതിനു വേണ്ടി നിങ്ങളുടെ അതത് കുടുംബശ്രീ CDS ഓഫീസുകളിൽ നിന്നും അല്ലെങ്കിൽ കുടുംബശ്രീയുടെ വെബ്സൈറ്റിൽ നിന്നും അപേക്ഷ വാങ്ങി പൂരിപ്പിച്ച ശേഷം നൽകേണ്ടതാണ്. www.kudumbashree.org എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 12-ാം തീയതിയും 13-ാം തീയതിയുമാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം 12-ാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. അതിന് മുമ്പായി നിങ്ങൾ തപാൽ മുഖേന ഈ ഒരു അപേക്ഷ പൂരിപ്പിച്ച് നൽകേണ്ടതാണ്. ഓക്കെ, മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ താങ്ക് യു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.